സ്വന്തമായ ഒരിടത്തിനു വേണ്ടിയും ഇഷ്ടങ്ങൾ തുറന്നിടാനുള്ള ഒരു വാതിലുമായിരുന്നു ആഗ്നേയ. മറ്റ് വേദിയിലും സദസ്സിലും ഇരിക്കുന്ന പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. ഇവിടെയുണ്ട് ഞാൻ എന്നറിയിക്കുവാൻ മധുരമാമൊരു കൂവൽ മാത്രം മതി. ഇവിടെയുണ്ടായിരുന്നു ഞാൻ എന്നതിൽ ഒരു വെറും തൂവൽ താഴെയിട്ടാൽ മതി. പി രാമചന്ദ്രന്റെ അതിമനോഹരമായ ഒരു കവിത ലളിതം. നമ്മൾ ഇവിടെ ജീവിച്ചിരിക്കുന്ന ഒരു നിമിഷം മാത്രം ഉണർന്നിരുന്നാൽ പോരെന്നും ഇവിടെ ഉണ്ടായിരുന്നു എന്നതിനും ഇവിടെ ഉണ്ട് എന്നതിനും ഉണ്ടായിരുന്നു എന്നതിനും ഇനിയും ഉണ്ടാവും എന്നതിനും ചില സാക്ഷ്യങ്ങൾ, ചില അടയാളം. എന്താണ് ഈ ഒരു സ്ത്രീകളുടെ കൂട്ടായ്മ എന്നുള്ളതിനെ പറ്റിയിട്ട് ആരുടെയെങ്കിലും മനസ്സിലൊരു എന്തെങ്കിലും തരത്തിലുള്ള ചിന്ത വന്നിട്ടുണ്ടോ? അപ്പൊ അതിന് മാത്രം ഒരു കാര്യം പറയാന്ന് വിചാരിക്കുകയാണ്. എന്താണ് ഈ ഒരു സമത്വ ലോകത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ജെൻഡർ ഇക്വാലിറ്റിയിലേക്ക് പോകുന്ന സമയത്ത് ഈ സ്ത്രീകളുടെ മാത്രമായിട്ടൊരു കൂട്ടായ്മ, എന്തുകൊണ്ടാണ് സ്ത്രീകൾ മാത്രമായിട്ട് ഇങ്ങനെ ഒത്തുകൂടിയത് എന്നൊരു ചോദ്യം എല്ലാവരുടെ മനസ്സിലുണ്ടായിരിക്കും. അത് ഒരു ജെൻഡർ ഇക്വാലിറ്റിയും ജെൻഡർ ഇക്വിറ്റിയും തമ്മിലൊരു വ്യത്യാസമുണ്ട്. ലിംഗസമത്വവും ലിംഗനീതിയും തമ്മിലൊരു വ്യത്യാസമുണ്ട്. ലിംഗസമത്വം ആകുന്ന സമയത്ത് അല്ലെങ്കിൽ ജെൻഡർ ഇക്വാലിറ്റി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും തുല്യമായ അവസരങ്ങൾ കൊടുക്കലാണ്. പക്ഷേ ജെൻഡർ ഇക്വിറ്റി ആവുന്ന സമയത്ത് അത് ഓരോരുത്തരുടെയും സാഹചര്യങ്ങൾ അനുസരിച്ച്, വ്യത്യസ്ത അഭിരുചികൾ അനുസരിച്ച്, അവരുടെ കഴിവനുസരിച്ചിട്ട് ഓരോരുത്തരെയും മുന്നോട്ട് കൊണ്ടുവരികയാണ്. അപ്പോൾ അങ്ങനെ ഒരു അവസരം എല്ലാവർക്കും കിട്ടുകയാണെങ്കിൽ കുറച്ച് പേരെയും കൂടെ മുന്നോട്ട് അല്ലെങ്കിൽ മുൻനിരയിലേക്ക്, മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാം എന്നൊരു ആഗ്രഹത്തിന്റെ പിന്നിലാണ് ഇങ്ങനെ ഒരു ചിന്ത വന്നത്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ അവസരം ഒരുക്കി കൊടുത്തുകൊണ്ട് എങ്ങനെയാണ് കുറേയധികം ആളുകളെ ചേർത്ത് പിടിക്കുക, ഇതാണ് ഇവിടെ ചെയ്തത് നമ്മളല്ലേ. ആഗ്നേയ എന്ന് പറയുന്ന ഒരു ടീമിനെ രൂപപ്പെടുത്തിയെടുത്ത് അതിലേക്ക് പറ്റാവുന്ന എല്ലാവരെയും കൂട്ടി യോജിപ്പിക്കാൻ 2 ഓർമ്മകളാണ്, 3 അനുഭവങ്ങളാണ്, 4 പ്രതികരണങ്ങളാണ്. യാത്ര ഒരു മനുഷ്യനെ മാറ്റിയെടുക്കും എന്ന് അനുഭവത്തിലൂടെ എനിക്ക് പറയാൻ കഴിയും. കൈരളി TV-യുടെ ഡയറക്ടർ എന്നുള്ള നിലയിലും മാനേജിംഗ് ഡയറക്ടർ എന്നുള്ള നിലയിൽ എനിക്ക് കിട്ടിയ മഹാഭാഗ്യങ്ങളിൽ ഒന്ന് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും പോകാൻ അവസരം ലഭിച്ചു എന്നുള്ളത്.
അവിടെയൊക്കെ പോകുമ്പോൾ ഞാൻ ആ സാംസ്കാരിക മേഖലകളിലാണ് ഇടപെടാൻ വേണ്ടി ശ്രമിക്കാറ്. അങ്ങനെ പോയി അമേരിക്കയിൽ കണ്ടൊരു യൂണിവേഴ്സിറ്റിയിൽ കണ്ടൊരു ലൈബ്രറിയുടെ അതേ രൂപത്തിൽ സൃഷ്ടിച്ചതാണ് ഈ ലൈബ്രറി എന്ന് ഞാൻ നിങ്ങളെ അറിയിക്കുക. പക്ഷേ ഞാൻ വീലറിയാതെ മഴയറിയാതെ വർഷങ്ങൾ പോകുവതറിയാതെ വീലറിയാതെ മഴയറിയാതെ വർഷങ്ങൾ പോകുവതറിയാതെ ദേവതാരുവിൻ തണലിലുറങ്ങും താപസ കന്യകനീ ദേവതാരുവിൻ തണലിലുറങ്ങും താപസ കന്യകനീ സൂര്യകാന്തി സൂര്യകാന്തി സ്വപ്നം കാണുവതാരെ സ്വപ്നം കാണുവതാരെ Thank you.